ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണോ എനിക്കറിയില്ല, എന്തായാലും നമ്മളൊരു Q&A ആയിട്ട് വന്നേക്കാണ്. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാരേജ് റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിച്ചോ. എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി, അപ്പോൾ അത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്ന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇടാൻ കാരണം വേറൊന്നുമല്ല, എനിക്കിങ്ങനെ കുറച്ച് കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കും. ചേച്ചിയുടെ ലൈഫ് എന്ത് അടിപൊളിയാണ്, ചേച്ചി എന്ത് ഹാപ്പിയാണ്, ചേച്ചിക്ക് എല്ലാം ഉണ്ടല്ലോ, ചേച്ചിയുടെ അംജുക്ക് എന്ത് കെയറിങ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ലൈഫിൽ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ നല്ല ഭാഗങ്ങൾ മാത്രം ഷെയർ ചെയ്യും, നമ്മളുടെ സന്തോഷങ്ങൾ മാത്രം കാണിക്കുമ്പോൾ കുറേ പേര് വിചാരിച്ചിരിക്കുന്നത് ഇതാണ് ലൈഫ്, ഇത് മാത്രമാണ് ലൈഫ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷമുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് അങ്ങനെയല്ല. നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതിൽ സന്തോഷങ്ങൾ ഉണ്ടായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും, കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് വെറും സന്തോഷങ്ങൾ മാത്രമായിരിക്കും. ആർക്കും വിഷമങ്ങൾ കാണിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത പാസ്റ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക ആരും ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ ഞാനുൾപ്പെടെ എന്നാൽ ബാക്കിയുള്ളവരും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മറ്റൊരാളും അറിയരുത് എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും എല്ലാവരുടെയും ലൈഫ് പോലെ തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇന്നത്തെ Q&A എന്ന് പറയണത്. ആദ്യത്തെ തന്നെ ദുരന്തമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ന്യൂവെസ്റ്റിൽ വന്ന് കിടക്കുന്നതാണ്. ഭാഗ്യത്തിന് ആ കമൻറ്റ് ആളെന്നെ ഇട്ടിട്ടുള്ളൂ, അതിനൊരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ല പുള്ളിക്കാരന്. എന്താ ഇപ്പം ചോദിക്കുക, നിങ്ങൾ തന്നെ എല്ലാം വീഡിയോ കണ്ടന്റ് ആക്കിയിട്ടുണ്ടല്ലോ മാരേജിൻ്റെ, ഇനി എന്ത് ചോദിക്കാൻ? നിർബന്ധമാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എപ്പോഴാണ് ഡിവോഴ്സ്? ഇത് ചോദിച്ചത് ചിലപ്പോൾ തമാശ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടായിരിക്കും. എന്താണെങ്കിലും ആയിക്കോട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ വിഷമം അനുഭവിച്ച ഒരാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അതാണ് കാര്യം. ഞാനത് അനുഭവിച്ച ഒരാളാണ്. എൻ്റെ പാരൻസ് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ ഞാൻ അവരുടെ മോളായിരുന്നപ്പോൾ ഞാൻ ഒരുപാടൊരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം സങ്കടങ്ങളാണ്, എൻ്റെ മാത്രം. അത് പക്ഷെ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് അത് എത്രത്തോളം സങ്കടമാണ്, എത്രത്തോളം വേദനയാണ്, എത്രത്തോളം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരും, സൊസൈറ്റിയിൽ നിന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രഷർ എന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദിക്കാൻ പറ്റിയ എപ്പോഴാണ് ഡിവോഴ്സ്? ഞാൻ ഓരോ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതം ഇതുപോലെ പോണേ, എനിക്കിതുപോലെ സന്തോഷവും സ്നേഹത്തിലും ഞങ്ങൾ പോകുന്നേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുക, ഒന്നും ആയിരിക്കില്ല. എൻ്റെ മോൾക്ക് കുറേ പൈസ വേണമെന്നോ, എൻ്റെ മോൾക്ക് കുറേ ഇങ്ങനെ വേണമെന്നോ അങ്ങനെ വേണമെന്നല്ല. എൻ്റെ മോൾക്ക് ഒരിക്കലും എൻ്റെ ജീവിതം ആവരുത്, അവൾക്ക് സന്തോഷവും സുഖവും അവളുടെ ലൈഫിൽ കൊടുക്കണേ എന്നായിരിക്കും. അംജുമോനും ഹിലമോളും സന്തോഷമായിട്ട് എന്നും ജീവിക്കട്ടെ എന്നായിരിക്കും. ഇതായിരിക്കും ഓരോ പാരൻസിൻ്റെ, എൻ്റെ പാരൻറ്റിന് മാത്രമല്ല ഓരോ പാരൻസിൻ്റെ മനസ്സിൽ അവരെ മക്കൾ സുഖിച്ച് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നായിരിക്കും. അപ്പോൾ ആ പ്രാർത്ഥന ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെ പോവും. ഞാനും അംജുക്കയും ഇതുപോലെ തന്നെ പോയിരിക്കും. ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കും, വിഷമങ്ങൾ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാനെന്നും പറയുന്നത്. അംജുക്കി അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അറ്റ് എനി കോസ്റ്റ് ഈ ഒരു ഫാമിലി, എനിക്ക് കിട്ടിയ എൻ്റെ ഭർത്താവ് ആയിക്കോട്ടെ, എൻ്റെ കുടുംബം ആയിക്കോട്ടെ, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. അതിന് എന്ത് പ്രശ്നം വരുന്ന ഇതിലായതുകൊണ്ട് അതെങ്ങനെയെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഞാൻ അത് എക്സ്ട്രീം, ഇപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ നിന്ന് പോകാൻ ആരുടെ കാല് പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ റെഡിയാണ്. ഈ ഒരു ഇത് സർവൈവ് എന്നുവെച്ചാൽ ഇത് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാല് പിടിക്കാൻ പോലും റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഞാൻ ഈ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ഡിവോഴ്സ് എന്നുള്ള ഒരിത്. പിന്നെ എല്ലാം കണ്ടന്റ് ഒരിക്കലും എല്ലാം കണ്ടന്റ് ആക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിലായിക്കോട്ടെ, എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലായിക്കോട്ടെ, എൻ്റെ പാരൻസ് ജീവിതത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാർക്കായിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും മറ്റാരും അറിയരുതെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ കുറേ പാസ്റ്റുകളും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരിക്കും. നമ്മൾ മനുഷ്യന്മാരാണ്. ഇതൊക്കെ ഞങ്ങളുടെ മാത്രം ദുഃഖങ്ങളാണ്, ഞങ്ങളുടെ മാത്രം വിഷമങ്ങളാണ്. ഇതൊന്നും ചിലവർ പലതും എന്താ പറയുക വീഡിയോ ചെയ്യുമായിരിക്കും. ഞാനും എൻ്റെ പലതും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത പലതും ഉണ്ട്. അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാം ഞാൻ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ല.
അതെനിക്ക് കാണിക്കാനും പറയാനും എനിക്ക് താല്പര്യമില്ല. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് എൻ്റെ മാരേജ്. ഞാൻ മാരി ചെയ്യാൻ പോകുന്ന പേഴ്സൺ എൻ്റെ മുമ്പിൽ വെച്ച് ഗേൾസിനെ നോക്കുന്നു. ഞാൻ കണ്ട ഇടയ്ക്ക് ഒരു കോമഡി പോലെ ആ ഗേൾ കൊള്ളാം, ഈ ഗേൾ കൊള്ളാം എന്നൊക്കെ പറയും. ചിലപ്പോൾ ഞാൻ അയാൾ അറിയാതെ അയാൾ നോക്കുമ്പോൾ അയാൾ വേറെ ഗേൾസിനെ നോക്കുന്നേ കാണുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ് പെട്ടെന്നുള്ള ഒരു കല്യാണമാണ്. ഇത് എത്രത്തോളം സീരിയസ് ആണെന്ന് എനിക്ക് അറിയില്ല, കാരണം അത് നിങ്ങളെ കണ്ടിട്ടുള്ളൂ അവിടെ ഉള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് വെച്ചിട്ടൊരു കാര്യം പറയാം. ഇപ്പം ഞാനും അംജുക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അംജുക്ക ചെക്കൻ കൊള്ളാലോ, പൊളിയാണല്ലോ, ചിലപ്പോൾ ഭംഗിയായിരിക്കും, ഹെയർ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ലുക്കായിരിക്കും. ഞാൻ പറയാറുണ്ട്. അതൊരു വായ്നോട്ടായിട്ടൊന്നുമല്ല. പെട്ടെന്ന് ഒരാൾ മുന്നിൽ കാണുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഒരു കോലം കാണുമ്പോൾ ഞാൻ നോക്കാറുണ്ട് ഒരു ചെക്കൻ ചിലപ്പോൾ മുടിയൊക്കെ കളറടിച്ച് ഇവിടെ ഒക്കെ കുത്തി അങ്ങനത്തെ ഒരു ഇതാകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ കേസിൽ ഈവൻ അംജുക്കാണെങ്കിൽ പോലും ഇപ്പോൾ മുന്നിൽ വരുമ്പോൾ തമാശ പറയാറുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ മുന്നിൽ വരുമ്പോൾ തമാശ എന്ന് പറയുമ്പോൾ അങ്ങനെ വേറെ തമാശയല്ല, കൊള്ളാലോ, അത് അങ്ങനത്തെ ഇത് അങ്ങനെ. നമ്മളൊരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻ ഇടയ്ക്കൊക്കെ ഉണ്ടാവും, ഫണ്ണായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ഫണ്ണായിട്ട്, അത് എനിക്കും ഹേർട്ട് ചെയ്യാറില്ല, ഞാൻ പറയുമ്പോൾ പുള്ളിക്കും ഹേർട്ട് ചെയ്യാറില്ല. അതൊരു ഹെൽത്തി കോൺവെർസേഷനാണ്. അപ്പോൾ ഈ കേസിലാകുമ്പോൾ ചിലവർ ഓപ്പണായിട്ട് പറയുന്നത് ഒന്നില്ലെങ്കിൽ നല്ലതല്ലേ, ഹൈഡ്. ഇപ്പം എത്രയോ പേര് ഹൈഡ് ചെയ്തിട്ട് നമ്മളുടെ മുന്നിൽ ഭയങ്കര പകൽ മാന്യന്മാർ പോലെ ഇരിക്കുന്നു, ഇത് മറിഞ്ഞിരുന്നത്. ഇത് അറ്റ്ലീസ്റ്റ് ഓപ്പണായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു വട്ടം സംശയം വന്നാൽ എന്നും സംശയം ഉണ്ടായിരിക്കും. ഇതിലൊരു ലൈൻ ഞാൻ വായിച്ചു, ആളറിയാതെ ഞാൻ ആളെ നോക്കിയപ്പോൾ ആൾ വേറെ പെണ്ണിനെ നോക്കായിരുന്നു. അതൊരു സംശയമാണ്. നമ്മളെന്തിനാ അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടേ ഇല്ല, കല്യാണം കഴിയുന്നേക്കാൾ മുമ്പ് നമ്മൾ പാർട്ട്ണറിന് സംശയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് എത്രത്തോളം ഹാപ്പി ആയി പോകുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക. അറേഞ്ച് മാരേജ് ആണ്, എനിക്കപ്പോൾ അറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതുകളും ഉണ്ടാവും. പക്ഷേ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ സാധനമാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തിലേ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത ഒരാളെ പറ്റി ഇല്ലാത്ത സംശയങ്ങളും ഇല്ലാത്ത ഇതുകളും വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മളെ നിന്ന് പലതും ഹൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പല കള്ളത്തരങ്ങളിലോട്ട് പോകുന്നത്. ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ ഇതുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും ചോദിക്കാനില്ല, ഭയങ്കര സന്തോഷം മാത്രം, ഇന്നുപോലെ ഇതുപോലെ സന്തോഷമായിട്ടിരിക്കുക, ഞങ്ങളുടെ പൊന്നു മോളെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ മെസ്സേജുകളും വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് വായിക്കാം. ആഫ്റ്റർ 1 year അംജുക്കാടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വല്ലതും ഉണ്ടായോ? അംജുക്കാടെ അല്ല, എൻ്റെയും ക്യാരക്ടറിൽ, ഞങ്ങൾ രണ്ടുപേരും ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ പ്രോഗ്രസ്സേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, മോശമായിക്കൊണ്ടിരിക്കുകയല്ല. ഞങ്ങളുടെ രണ്ടുപേരും ക്യാരക്ടറിൽ നല്ല പോസിറ്റീവ് ചേഞ്ചസ് ആണ് നമ്മുടെ രണ്ടുപേരും ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനുള്ള പോലെയല്ല ഇപ്പോഴത്തെ ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങളുടെ ക്യാരക്ടറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഹായ്, മാരേജ് കഴിഞ്ഞ് 6 months ആയിട്ടുള്ളൂ. ഇപ്പോഴും ഭർത്താവ് പ്രൈവറ്റ് ഏരിയ ഡാർക്ക് ആണെന്ന് പറയുന്നു, മാറ്റണമെന്ന് പറയുന്നു. മാരേജ് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ഏരിയ ആയിട്ട് ഒരു കാര്യം നടന്നില്ല, മാറ്റണം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? മാറ്റേണ്ടത് ഹസ്ബൻഡിൻ്റെ ചിന്താഗതിയായിരിക്കും. അതാണ് മാറ്റാൻ കുറച്ചും കൂടി എളുപ്പം എന്ന് പറയണത്. കാരണം പുള്ളിക്കാരന് അറിയാത്ത അല്ലെങ്കിൽ അവയർനെസ് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ്. ചിലപ്പോൾ ഈ പോൺ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ കണ്ടിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അവരുടെ പ്രൈവറ്റ് ഏരിയ ഡാർക്കായിരിക്കും. ഈ പറയുന്ന ഹസ്ബൻഡിൻ്റെ പ്രൈവറ്റ് ഏരിയയും ഡാർക്കായിരിക്കും. പിന്നെയെന്ന് പറയണത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഈ പ്രൈവറ്റ് ഏരിയ ഡാർക്ക് മാറ്റി ലൈറ്റാക്കാൻ പറ്റുകയില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കല്യാണം എന്ന് പറയണത് സെക്സിന് വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുകയും ഇത് മാത്രം ചിന്തിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഇത്രയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇതിന് ഇത്രയും പരിഭവവും പറയേണ്ട ഒരു ആവശ്യം എന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രൈവറ്റ് ഏരിയാസ്, അതിപ്പോൾ വൾവ ഭാഗമായിക്കോട്ടെ അൺട്രാംസ് ആയിക്കോട്ടെ, ഓരോ ഏജിനനുസരിച്ചിട്ടും ഹെറിഡിറ്ററിയും പല ഫ്രിക്ഷൻ കാരണവും ഒക്കെ ഡാർക്ക്നെസ് വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാ സ്ത്രീകളിലും അങ്ങനെയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ചോദിക്കും, അപ്പോൾ ഈ പോൺ വീഡിയോയിലും അതിലും ഇതിലും സിനിമ ആക്ട്രസിനൊക്കെ അങ്ങനെയല്ലല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അതിൻ്റേതായിട്ടുള്ള പൈസ ഇറക്കാൻ, പിന്നെ അവരുടെ തൊഴിൽ അതാണ് പോൺ ആക്ട്രസിൻ്റെ. അപ്പോൾ അവർക്ക് ആൾക്കാരെ ആകർഷിക്കണമെങ്കിൽ ഇങ്ങനെയെങ്കിൽ ഈ ലേസർ ട്രീറ്റ്മെൻറ്റും വേറെ സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റും അങ്ങനെ പൈസ ഈവൻ സർജറിയും പലതും ചെയ്ത് അവരങ്ങനെ നിലനിർത്തും. അങ്ങനെയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം, രണ്ടാൾക്കും മാരേജ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, രണ്ടുപേർക്കും അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. ഞങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം
എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് എന്തെങ്കിലും നടത്തിയെടുത്തിട്ട് പറഞ്ഞിട്ടേ അർത്ഥമുള്ളൂ അല്ലേ. അല്ലാതെ ഞാൻ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്കിങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പം ഞാൻ ഒരു മനുഷ്യനോട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഒരു ഡ്രീംസും ഞാൻ പറയാറില്ല. ഞങ്ങൾ രണ്ടുപേരും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും ദൈവം സഹായിച്ച് അത് ഞങ്ങൾക്ക് നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും അറിയും, ഞങ്ങൾ അറിയിക്കും. അല്ലാതെ അത് ചില കാര്യങ്ങൾ ആരോടും പറയാതെ വളരെ രഹസ്യമായി ചെയ്യുന്നതല്ല സക്സസ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് എവിടെ എത്താതെ പോവും. ഇപ്പം എന്താ ഞങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഒരു മാറ്റം ഇത് തന്നെയാണ്. പണ്ട് എല്ലാം ഞാൻ തുറന്ന് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിരുന്ന് ഒന്നും ചിന്തിക്കാതെ എല്ലാം ഞാൻ അങ്ങനെ ഇന്ന് പറഞ്ഞിരുന്ന് അതെനിക്ക് എന്നിട്ട് തിരിച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക, ഇപ്പം ഈ കുറച്ചായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഓരോന്നോ ഇപ്പം ഇങ്ങനെ എനിക്കൊക്കെ ഇങ്ങനെ ഓരോരോ മാസങ്ങളും ഓരോരോ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൈലൻ്റായി. ഞാൻ പേഴ്സണലി ഞാനും അംജുക്കയും ഭയങ്കരമായിട്ട് സൈലൻ്റായി. ഇപ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഓപ്പൺ ആണെങ്കിലും മറ്റ് എത്ര ക്ലോസ് ആണെങ്കിലും ഞങ്ങളൊന്ന് സൈലൻ്റായി. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാതായി ഞങ്ങളുടെ ഒരു ലോകം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഡ്രീംസ് ഉണ്ട്, അത് ഉറപ്പായിട്ടും അതൊരു ദിവസം അതൊക്കെ ഓക്കെ ആവും. അന്ന് നിങ്ങൾ ഓരോന്നായിട്ട് അറിയും. സിംഗിൾ ആയിരുന്ന ടൈമിലും ഇപ്പോൾ മാരേജ് കഴിഞ്ഞ ടൈമിലും വ്യത്യാസം എന്തായിരുന്നു? ഹാപ്പി. സിംഗിളിലും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപോലെ ഹാപ്പിയാണ്. അതാണ് സത്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സിംഗിൾ ലൈഫ് അത് വേറെ തന്നെ ഒരു സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ അത് വേറെ തരത്തിലുള്ളൊരു സന്തോഷമാണ്. അത് എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിംഗിൾ ലൈഫ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല, വേറൊരു ജീവിതമാണ്. നമ്മുടെ കാര്യം മാത്രം നോക്കുക, നമ്മുടെ ഹാപ്പിനെസ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ലൈഫാണ് നമ്മുടെ ഒരു സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള അടിച്ചുപൊളി. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഇത് പലവർക്കും ചിലപ്പോൾ എതിർപ്പ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഇതെടുത്ത് വെച്ചിട്ട് അതിനെ ചർച്ച ആക്കാനോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും ഞാൻ എൻ്റെ സന്തോഷത്തിനേക്കാളും കൂടുതൽ ഒരു പൊടി സന്തോഷം കൂടുതൽ ഞാൻ അംജുക്കാടയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഹാപ്പി ആവണേക്കാളും കൂടുതൽ അംജുക്ക ഹാപ്പി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ വീട് ഹാപ്പി ആയിട്ട് എനിക്കിരിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരുന്നാൽ ഞങ്ങളുടെ ഫാമിലി സന്തോഷമായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അവനെ എനിക്ക് എപ്പോഴും സന്തോഷമാക്കി ഇരുത്തുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്കത് ഭയങ്കര സ്മൂത്തായി പോകണം. ഇതേ ആഗ്രഹം അവനക്കും ഉണ്ട്, തിരിച്ചു എന്നോടുണ്ട്. അവന് ഇതേപോലെ അവൻ്റെ ഹാപ്പിനെസ്സിനേക്കാളും കൂടുതൽ എൻ്റെ ഹാപ്പിനെസ്സിനെ ഇമ്പോർട്ടൻസ് തരണമെന്ന് എനിക്കറിയാം. എനിക്കാണ് കൂടുതൽ തരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേർക്ക് ഇത് അങ്ങോട്ടും അറിയുന്നതുകൊണ്ട് തന്നെ ആ ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ടാണ് പോകുന്നത്. പിന്നെ ഒറ്റയ്ക്ക് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുമെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സും ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ആകെ കൂടെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുക എന്ന് ഉറപ്പിച്ച് പറയാവുന്നത് എൻ്റെ ഫാമിലിയും അതേപോലെ എൻ്റെ ഹസ്ബൻഡായ അംജു ഉള്ളൂ. എനിക്ക് എന്തും തുറന്ന് പറയാം അംജുക്കാനോട് എനിക്ക് എന്തും പറയാം. എൻ്റെ എന്ത് വിഷമോ ദേഷ്യമോ എനിക്ക് ആരെ പറ്റിയിട്ട് ഇപ്പം ഞാൻ പറയാം. ഇപ്പം ഗോസിപ്പ് വരണമെങ്കിൽ വരെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, പണ്ടൊക്കെ ഇപ്പം ഞാൻ സ്കൂളിലും കോളേജും PGയും എല്ലാം ഞാൻ കഴിഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗോസിപ്പ് കേട്ടെ നമ്മൾ ആ ഗോസിപ്പ് ഫ്രണ്ട്സിനോട് പറയും. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അല്ല, അത് ഇപ്പോഴത്തെ കാലങ്ങളൊന്നും ആരും ഗോസിപ്പ് പോലും പറയാറില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാക്കില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും ഇങ്ങനെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയൽ പോലും എനിക്ക് ഇഷ്ടമല്ല, പേടിയുമാണ്. ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അംജുക്ക വരാൻ ജോലി കഴിഞ്ഞ് വരാൻ ഞാൻ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്യും. അംജുക്കാനോട് വന്നിട്ട് അംജുക്ക ഇങ്ങനെ നടന്ന്, അംജുക്ക ജോലി സ്ഥലത്ത് അങ്ങനെ നടന്നു, അംജുക്ക ഇവിടെ ഇങ്ങനെ നടന്നു എന്ന് പറയാൻ. അതിന് എനിക്ക് എൻ്റെ ഇപ്പോൾ ഉമ്മയും ഉപ്പയും അതേപോലെ തന്നെ അംജുക്കയൊക്കെ തന്നെ ഉള്ളൂ. അതൊക്കെ തന്നെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് കൂടെ കമ്പാനിയനായിട്ട് അംജുക്ക ഉണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, ഞാൻ സന്തോഷമാണ്. എൻ്റെ സിംഗിൾ ലൈഫും അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു. സോ ഇത് കേട്ട് നിങ്ങൾ വിഷമിക്കുകയേ ചെയ്യരുത്. ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരിക്കലും അത് ലൈറ്റനിങ് ചെയ്യാൻ നമ്മൾ വേറെ സാധനങ്ങളൊന്നും പ്രൈവറ്റ് ഏരിയയിൽ യൂസ് ചെയ്യരുത്. കാരണം ആ ഭാഗം എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ വെളുപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് അവിടെ എങ്ങനെ ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാനാണ് നോക്കേണ്ടത്. ഇൻഫെക്ഷനൊന്നും വരാതെ എങ്ങനെ സൂക്ഷിക്കാം, ഈസ്റ്റ് ഇൻഫെക്ഷനൊന്നും വരാതെ ചൊറിച്ചിലൊന്നും വരാതെ എങ്ങനെ നോക്കുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
ഇനി കൃഷ്ണയാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ കൃഷ്ണ എന്ന് പേരിപ്പെടുത്ത് പറയാൻ കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട് പേര് പറയണമെന്ന്. ഓക്കെ, മാരേജിന് മുമ്പും ശേഷവും ചേച്ചിയുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. അംജുക്കയുമായി അടിപൊളി ലൈഫാണോ? ചേച്ചി ചിന്തിച്ചതിലും നല്ലൊരു ലൈഫാണോ കിട്ടിയിരിക്കുന്നത്? എൻ്റെ നെയിം വായിക്കണേ. ചേച്ചിയുടെ ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ കാണാറുണ്ട്, വെരി യൂസ്ഫുള്ളാണ്. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ലൈഫാണ് എനിക്ക് സത്യമായിട്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനതിലെന്നും എന്താ പറയുക, പടച്ചോനോട് ഞാൻ നന്ദി പറയേണ്ടത് ഇതുപോലെ തന്നെ പോട്ടെ എന്നുള്ളത്. ഞാൻ ഇത്രയും ഞാൻ ആഗ്രഹിച്ചതിനേക്കാളൊക്കെ ഒരു പടി മുന്നിൽ എനിക്ക് അള്ള തന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ എൻ്റെ ശേഷമുണ്ടായ മാറ്റങ്ങൾ, ലൈഫിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ റെസ്പോൺസിബിളായി. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. മുമ്പ് എനിക്ക് ഞാൻ അങ്ങനെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഒരുപാടുള്ള ഒരാളായിരുന്നില്ല. ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഇതെൻ്റെ വീടാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഇതെൻ്റെ വീട്. അപ്പോൾ ഈ വീട്ടിലത്തെ മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അംജുക്കയും ജോലി ചെയ്ത് ഏൺ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ഈ വീട്ടിൽ ഞങ്ങൾക്ക് അത് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പ്ലാനിങ്, നമുക്ക് ഒരു ആഗ്രഹങ്ങൾ, ഇന്നത് ചെയ്യണം, ഇത് വേണം എന്നൊക്കെയുള്ള ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാനും എന്താ പറയുക, വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് എനിക്കൊരു ഇതുണ്ട്. അതൊക്കെയാണ് എൻ്റെ വന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ്, ഭയങ്കരമായിട്ട് എനിക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട് നല്ല പോലെ. മുമ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ മുന്നും പിന്നും ചിന്തിക്കാറില്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഞാനത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇരിക്കാറില്ല. ഞാൻ വിട്ടുകൊടുക്കും. ഞാൻ എന്താണെങ്കിലും ഞാൻ വിട്ടുകൊടുക്കും. വരണോടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ നിൽക്കും. എന്താ പറയുക, കുറേയൊക്കെ ഞാൻ ലൈഫ് പഠിച്ചു. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ തർക്കിച്ചും വെട്ടിച്ചും നിൽക്കേണ്ടതല്ല ജീവിതം. മറിച്ച് നമുക്കൊരു ജീവിതം ഉണ്ടെന്നുള്ളൊരു സാധനം മനസ്സിലാക്കിയതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഡ്രാമ സീരീൽസിൽ കാണുന്ന ലൈഫ് പോലെയാണോ റിയൽ ലൈഫ്? മാരേജിന് ശേഷം ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു? ഐ മീൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. കെയറിങ് മാരേജിന് ശേഷം മാരേജിന് ശേഷം എന്തെങ്കിലും ഹോബി, പിന്നെ മാരേജിന് മുമ്പുള്ള അതേ വൈബ് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഒരു ഹാപ്പിനെസ് മാരേജ് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റം വരുമോ? പലവർക്കും പല രീതിയായിരിക്കും. നമ്മുടെ ആ മാരേജ് ലൈഫ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ ഇത്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാമ പോലെയാണോന്ന് വെച്ചാൽ എനിക്കറിയില്ല. പല ഡ്രാമയിലും പലതോ കാണിക്കുന്നത്. അപ്പം എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനെ കുറിച്ച് എനിക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ലൈഫ് സ്റ്റൈലൊക്കെ അതേപോലെ തന്നെ. എൻ്റെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, എനിക്ക് പണ്ടത്തേക്കാളും കൂടുതൽ ഇപ്പോൾ സത്യം പറഞ്ഞ കല്യാണത്തിന് ശേഷമാണ് എനിക്ക് ഇടാനുള്ള ഇഷ്ടം. പല ഡ്രസ്സുകൾ എനിക്ക് ആ ഒരു പേടിയില്ലാണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നത്. മുമ്പൊക്കെ എനിക്ക് സൊസൈറ്റിയുടെ നിന്ന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഈവൻ എൻ്റെ ഫാമിലിയിൽ നിന്നെങ്കിലും. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല, കാരണം അതൊക്കെ എൻ്റെ ഇഷ്ടത്തിനായിക്കൊണ്ടിരിക്കണം. പിന്നെ ഹോബീസൊക്കെ, പണ്ടത്തെ ഹോബീസൊക്കെ ഇപ്പം ഞാൻ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോയതൊക്കെ എന്തുകൊണ്ടൊക്കെ കല്യാണത്തിന് ശേഷം. അപ്പോൾ കല്യാണത്തിന് ശേഷം കുറച്ചും കൂടിയും എനിക്ക് എന്നെ ബിൽഡ് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. എനിക്ക് കുറച്ചും കൂടിയും എൻ്റെ നല്ല കുറേ വശങ്ങൾ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റിയത് അത് ആ കൂടെ വന്ന പാർട്ട്ണറിൻ്റെ ക്വാളിറ്റി ആയിരിക്കും, അല്ലേ? എൻ്റെ പാർട്ട്ണർ എനിക്കൊന്നിനും സപ്പോർട്ടില്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് വിഷമം മാത്രം തരുന്ന, അല്ലെങ്കിൽ എനിക്ക് സമാധാനം എനിക്ക് വീട്ടിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്രോത്തും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ എനിക്ക് മൊത്തത്തിൽ ജീവിതത്തിനോട് തന്നെ ഒരു മടുപ്പായിരിക്കും. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്. അപ്പോൾ ഓരോരുത്തരും നമ്മളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കണം. പിന്നെ രണ്ടുപേരും വിചാരിക്കണം. ഹസ്ബൻഡ് മാത്രം ഒരു വൈഫിനെ സന്തോഷമാക്കി നിർത്തിയോണ്ട് അവിടെ സന്തോഷം ഉണ്ടാവില്ല. ഒരേപോലെ തന്നെ തിരിച്ചും നമ്മൾ ആ ഹസ്ബൻഡിനും അതേപോലെ സമാധാനം, സന്തോഷം, ഒരു സ്പേസ് എല്ലാം അവർക്കും ഡിസേർവിങ് ആണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫാമിലി ലൈഫ് അടിപൊളിയായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് രണ്ടുപേരും വർക്ക് ചെയ്യണം. ഒരാൾ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം കാലാവധി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. മാരേജ് കഴിഞ്ഞ് ചേഞ്ച് ആയ ഒരു ഹാബിറ്റ് പറയൂ ഹിലത്ത്. എനിക്കിത് ഹാബിറ്റ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ലൊരു വ്യത്യാസം വന്ന് തോന്നിയ കാര്യം, എൻ്റെ ഉമ്മ ഏറ്റവും കൂടുതൽ എന്നെ ചീത്ത പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കിച്ചണിലൊക്കെ കയറി ഞാൻ മുന്നേ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, പലതും പരീക്ഷിക്കാൻ ഇഷ്ടം. പക്ഷേ ഞാനൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കിച്ചണിൽ ഞാൻ കയറിയെന്ന് അറിയും. കാരണം ഞാൻ എടുത്ത സാധനങ്ങളൊന്നും അവിടെ വെക്കത്തില്ല, അങ്ങനെ ഇതിടും. കാരണം ഉമ്മ ക്ലീൻ ആക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ ബെഡ് വിരിച്ചിടുക എന്നുള്ളത് പലപ്പോഴും ഞാൻ വിട്ടുപോകുന്നൊരു സാധനമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ഉമ്മമാർ നമുക്കുണ്ടല്ലോ ഇതൊക്കെ ചെയ്തു തരാനുള്ള സാധനം. പക്ഷേ ഇപ്പോഴത്തെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു
പ്ലേറ്റ് അവിടുന്ന് മാറി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയാണ്. അത് ആ സ്ഥലത്ത് എനിക്ക് വെക്കണം. എനിക്ക് വളരെ വൃത്തിയിൽ എനിക്ക് കൊണ്ട് നടക്കണം. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ് വിരിച്ചിടണം. കിച്ചണിൽ ഞാൻ കയറി കഴിഞ്ഞാൽ പണി കഴിയുമ്പോഴേക്കും, എൻ്റെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും കിച്ചൺ ഒതുങ്ങിയിരിക്കണം. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എനിക്ക് വന്ന മാറ്റങ്ങളാണ്. അത് ഞാനൊരു വീട്ടിൽ ഇതേപോലെ ഇതായപ്പോഴാണ് എനിക്ക് ആ മാറ്റം. അല്ല, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും എനിക്ക് പറ്റാണ്ടോ എനിക്ക് മടി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഒരു വൃത്തിയില്ലായിട്ടോ അല്ല. നമുക്ക് ആരെങ്കിലും ചെയ്ത ഒരാളെ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ഇടുന്നത് നമ്മുടെ ഉമ്മ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്താലേ അംജുക്കെ അങ്ങനെ ചെയ്തുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണെന്നറിയോ, ആ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് മാരേജ് കഴിഞ്ഞ ഉടനെ എന്നുവെച്ചാൽ നമുക്കൊരു മാരേജ് ലൈഫ് ഒറ്റയ്ക്ക് ജീവിക്കാൻ പൊരുത്തപ്പെടാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ, പ്രത്യേകിച്ച് വേറൊരു നാട്ടിലൊക്കെ വന്ന്. അപ്പോൾ വീടൊക്കെ അങ്ങനെ ഇട്ട്, കാരണം നമ്മൾ ഡിപ്രസ്ഡ് ആവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ സാഹചര്യത്തേക്ക് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു മൂഡ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ വീട് അങ്ങനെ ഇട്ട് പിന്നെ ഗ്രാജുവലി ഞാൻ പറഞ്ഞില്ല വന്ന മാറ്റങ്ങൾ. എൻ്റെ ഒരുപാട് എൻ്റെ അംജുക്കാടയിലും മാറ്റം വന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. ഇതോടൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങി. അപ്പം ഞാൻ എന്തായി, എങ്ങനെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചും കൂടി ഇതാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീട് ഇങ്ങനെ ഭയങ്കര വൃത്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അംജുക്ക് എങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ സാധനം അവിടെ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അംജുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്ത് അവൻ്റെ സ്ഥാനത്ത് കൊണ്ടുവെക്കും. അവനക്കറിയാം ഞാനിവിടെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അവൻ എന്തായി, അവനും വൃത്തിയിൽ സൂക്ഷിക്കുക. എന്തെങ്കിലും രീതിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ അവനും വൃത്തിയാക്കും. ചില ദിവസങ്ങളിൽ എനിക്ക് മൂടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ അവൻ തന്നെ വീട് ക്ലീനാക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരിലുമാണ് ആ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു എനിക്ക് അംജു എന്ന് പറഞ്ഞ ഹസ്ബൻഡിനേക്കാളും കൂടി ഒരു കമ്പാനിയനാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഞങ്ങളൊരു കമ്പാനിയനാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരിലും അത് പോസിറ്റീവ് ചേഞ്ചസേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്ന് ശരിക്കും നല്ലപോലെ എൻ്റെ ഹാബിറ്റിൽ വ്യത്യാസം വന്ന സാധനങ്ങൾ. ബേബി പ്ലാനിങ് ഇല്ലേ, ഞാനിത് കുറേ ആൻസർ ചെയ്ത് മതിയായതാണ്. ഈ ബേബി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒന്നല്ല ഈ ബേബി എന്ന് പറയണത്. നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്തിട്ടൊരു കാറ് വാങ്ങാം, ഒരു വീട് മേടിക്കാം, ഒരു സ്ഥലത്തേക്ക് പോവാം. പക്ഷേ ഒരു കുട്ടീനെ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നല്ല ഈ ബേബി പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നോട് ബേബി പ്ലാനിങ് ഇല്ലേ, എന്ന് കുട്ടിയാവൂലെന്ന് വെച്ചാൽ അത് എൻ്റെ കയ്യിലിരിക്കണ ഒരു ഉത്തരമല്ല. ഓക്കെ, എനിക്ക് പറയാൻ പറ്റും, ഞാൻ പ്രിക്കോഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് കോണ്ടമോ കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓക്കെ എന്താണ്, ബേബി പ്ലാനിങ് ആണെന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഓക്കെ, നിങ്ങൾക്കൊരു കുട്ടി വേണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ടാക്കിയാൽ മതി. ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങാം. നമ്മൾ കുട്ടി പ്രഗ്നൻസിക്കൊക്കെ നമ്മളെ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പോട്ടേ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. അത് ഞാൻ പറയാം. കുറേ പേര് പിന്നെ ജോലിയുടെ ചോദിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടോ. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞത് ഞാൻ ജോലി കയറിയിട്ട് ഒരുപാടായി. ഫസ്റ്റ് ചെയ്തിരുന്ന ജോലിയല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമർ കെയറിലാണ് ജോലി എന്ന് പറയണത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ജോഗിങ്ങിന് പോകുന്നതും കുട്ടികളെ പാർക്കിൽ കൊണ്ടുപോകുന്ന ടൈമാണ്. യെസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലാണ്. അംജുക്ക പഴയ പോലെ തന്നെ അംജുക്ക ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അംജുക്ക തുടർന്ന്. പിന്നെ കുറേ പേര് ചോദിക്കണം എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അംജുവിനിപ്പോൾ ദിവസം രാവിലെ 8 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെയാണ് അംജുക്കാട് ജോലിയുടെ സമയം. രാവിലെ 8 തൊട്ടിട്ട് രാത്രി 8 വരെ. വീട്ടിലെത്താന്ന് പറയുമ്പോൾ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരിക്കും വരയ്ക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാം ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടി നല്ല ഈസിയാണ്. എനിക്കങ്ങനെ ഭാരിച്ച പണികളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാ പണികൾക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി വീട് മാനേജ് ചെയ്യാൻ ഈസിയാണ്. എനിക്ക് സന്തോഷമുള്ള കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടെ, എനിക്ക് അംജു എന്നുള്ള മനുഷ്യനോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. സത്യം പറഞ്ഞാൽ സ്നേഹമാണ്. ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് അടികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. നല്ല വാക്ക് തർക്കം ഉണ്ടാവാറുണ്ട്. ആ മുതലിൻ്റെ വായെന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ലത് കൊടുക്കാൻ തോന്നും. എൻ്റെന്നും അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ത് പറഞ്ഞാലാണ് വേദനിക്കുക, എവിടെ പറഞ്ഞാലാണ് അവൻ്റെ വീക്ക് പോയിന്റ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. ഞാൻ ആ പോസിറ്റീവ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. നെഗറ്റീവ്സ് നോക്കാണ്ടായിരിക്കും എൻ്റെയിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നാലും ഇപ്പം എത്ര വയ്യെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ കിച്ചണിൻ്റെ അവിടെ നിന്ന് മാറില്ല. ഞാൻ കിച്ചണിലാണെങ്കിൽ അവിടെ തട്ടിമുട്ടി നിൽക്കും. ഞാൻ സവാള അരിഞ്ഞ് തരട്ടെ, ഞാനത് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ പോയിരുന്നേക്ക്, നീ റെസ്റ്റ് എടുക്ക്, നീ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ.
ഇത് അതിന് ഞാൻ ജോലിയായിട്ട് കാണുന്നില്ല, ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നില്ല, എനിക്ക് രസമാണ് മോളുടെ കൂടെ. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഒരു ക്വാളിറ്റിയാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ അല്ലേ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജോലിക്കാരാണ്, കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് അവനേക്കാളും ജോലി കുറവാണെങ്കിൽ പോലും അവനങ്ങനെ ചിന്തിക്കണോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്ക് അവൻ്റെ മാനസികാവസ്ഥ ചിന്തിക്കാനൊരു ഇതുണ്ട്. അപ്പോൾ അവൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ, എങ്ങനെയാണ് ഇപ്പോൾ ഈ ജോലിയും കൂടി ചെയ്യുക എന്ന് പറയാം. അപ്പം ഞാനും അത് പറയുന്നുണ്ട്. അതേ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെയറിങ് ഉണ്ടെങ്കിൽ അത് പൊളിയായിരിക്കും. ഹായ് ഹില, മാരേജ് ശേഷമുള്ള നിങ്ങളുടെ ലൈഫിൽ വന്ന രണ്ടുപേരുടെയും ചേഞ്ചസ് മീൻസ് പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ്? ഞാനത് പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ അംജുവിനെ സംബന്ധിച്ച് അംജുക്കാർക്ക് നല്ല ദേഷ്യം കൂടുതലായിരുന്നു ഒരു സമയത്ത്. ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവുന്നില്ല ഒരു ഇതായിരുന്നു. എനിക്കും അതേപോലെ തന്നെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ വന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ദേഷ്യം എന്തെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായി. സത്യം, ഞങ്ങൾക്ക് ഇപ്പം എത്ര കാലം ഈ ദേഷ്യപ്പെട്ടിട്ടെന്ന് അറിയില്ല. ഇടയ്ക്ക് ദേഷ്യപ്പെടും, ഇടയ്ക്ക് പൊട്ടിത്തെറിച്ചാൽ ഭയങ്കര പൊട്ടിത്തെറിയുമ്പോൾ. പക്ഷേ ഇല്ല, കാരണം നമുക്ക് രണ്ടുപേർക്കും എങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അത് വേറൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓക്കെ. പിന്നെ പോസിറ്റീവ്സ് ആണെങ്കിൽ ഒരുപാടുണ്ട്, അതിപ്പോൾ പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ പറയാം, എല്ലാ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവും, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാവും. നെഗറ്റീവ്സ് മാത്രം ഫോക്കസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മറിച്ച് പോസിറ്റീവ്സും കൂടി വന്ന് ഇടയ്ക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം. നമ്മൾ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ, എപ്പോഴും പോസിറ്റീവ് വേണം ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നെഗറ്റീവ്സും കൂടി ആക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ അവിടെ നല്ലത് വരുന്നത്. സന്തോഷിപ്പിക്കാനും സന്തോഷം തരാനും ആർക്കും പറ്റും. അവരുടെ മോശം വശങ്ങളും അവരുടെ കുറച്ച് മോശം കാര്യങ്ങളും കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ അവിടെ റിയൽ സ്നേഹം സന്തോഷമൊക്കെ വരുന്നത്. ഏകായി മാരീഡ് ആവാൻ പോകുന്നവരോട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? എനിക്ക് ഒരു ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു കൊടുക്കാനില്ല. ഒരു ഡിസഡ്വാൻറ്റേജസ് എനിക്ക് നിങ്ങളെ പറഞ്ഞിട്ട് അയ്യോ മക്കളെ കല്യാണം കഴിക്കില്ല, മക്കൾ കല്യാണം കഴിച്ച് ഇങ്ങനെ വിടും, ഒരിക്കലും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്, മെൻ്റലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുക. പിന്നെ ഇരിക്കുന്നത് നമ്മൾ എന്താ പറയുക, വിധി പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. ഇനി ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ എത്രയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വരുന്ന പാർട്ട്ണർ ഒരു തരത്തിലും നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകാണ്ട് നമ്മളെ വേറൊരു രീതിക്കുള്ളതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാനത് പറഞ്ഞ് പേടിപ്പിക്കേണ്ട, എല്ലാവരുടെ ലൈഫ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഞാൻ ഒരുപാട് വിഷമങ്ങൾ കണ്ട് ഒക്കെ വളർന്ന ആളാണ്. പക്ഷേ അതേ വിഷമം എനിക്കും കൂടിയും അതേ ജീവിതമായിരിക്കുന്ന ആലോചിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും ചിലപ്പോൾ കല്യാണം കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം കഴിക്കുക, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക, എക്സ്പ്ലോർ. ബാക്കി ആൾക്കാർ പറയുന്നത് കേൾക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവരാതിരിക്കുക വെച്ചാൽ അത് നിങ്ങളുടെ സ്വന്തം പാരൻസ് ആയിക്കോട്ടെ, ഇനി നിങ്ങളുടെ ഇൻലോസ് ആയിക്കോട്ടെ, കൊണ്ടുവരാതിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കുക, സമാധാനപരമായിട്ട് തീർക്കുക. തമ്മിൽ വേണമെങ്കിൽ പരസ്പരം ചീത്ത വിളിച്ച് തീർക്കുക. പക്ഷെ ഫ്രണ്ട്സിനെയോ വീട്ടുകാരെയോ കൊടുത്താൽ അത് ചളമായിട്ട് മാറത്തേയുള്ളൂ. അത് മാത്രമേ എനിക്ക് തരാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ. ഹൗ യു മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് പേഴ്സണൽ ലൈഫ്? സത്യം പറഞ്ഞാൽ ഞാനത് രണ്ടും അങ്ങനെ അയ്യോ ഞാനിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ, ഇത് രണ്ടും കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ആ കാര്യത്തിൽ മാത്രം ഒരു ടെൻഷനും ഇല്ല, അല്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രം ഒരു സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ അതോ ഇതോ ഒന്നുമില്ല. ഞാൻ രണ്ടും വളരെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് രണ്ടിനെയും കാണുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. നമ്മളൊരു സന്തോഷിച്ച് അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേയില്ല. അത് ഞാൻ എത്ര കഷ്ടപ്പിടിച്ച കാര്യമാണെങ്കിലും. അപ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇത് രണ്ടും ഞാൻ എൻജോയ് ചെയ്യാം. എല്ലാവരും പറയും ആക്ച്വൽ റിലേഷൻഷിപ്പ് മൂവിയിലുള്ളത് പോലെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന്. ഡസ് ദാറ്റ് മീൻ ഓൺ സ്ക്രീനിൽ കാണുന്ന പോലെ റൊമാൻസ് റിയൽ ലൈഫിലില്ല? ബിക്കോസ് ഓൺ സ്ക്രീനിൽ നമ്മൾ കാണുന്ന റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, റൊമാൻസ് ഉണ്ടാവാറുണ്ട്, സന്തോഷം ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താണ് എല്ലാവരും മൂവീസിൽ കാണുന്ന പോലെയല്ല? വാട്ട് ഈസ് ദ ഡിഫറൻസ് യു ഫീൽ ദ റിലേഷൻഷിപ്പ് ഇൻ മൂവീസ് ആൻഡ് റിയൽ വൺസ്? ഞാൻ ഒരു കാര്യം പറ്റി, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വരുന്ന പാർട്ട്ണർ പോലെ ഇരിക്കും ആ ഒരു കാര്യം എന്ന് പറയണത്. ഇപ്പോൾ ഏത് മൂവീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കടന്നു കഴിഞ്ഞാൽ അതിൽ സന്തോഷം ഉണ്ടാവും, വിഷമം ഉണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, അതൊരു മൂവി പോലെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു മൂവി പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയണത്. ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് അവർ ഷെയർ ചെയ്യുന്നത്. അവർക്ക് ചിലപ്പോൾ സന്തോഷമുള്ള ലൈഫാണെങ്കിൽ അവർ സന്തോഷമായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. വിഷമാണ് ലൈഫെങ്കിൽ അവർ പറയും അയ്യോ മക്കളെ സിനിമയെ കാണുന്ന പോലെയല്ല, വെറും ദുരന്തമാണ് ഒരു റൊമാൻസ്. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പറയുമെങ്കിൽ ഇപ്പം എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അടിപൊളിയാണ്, സിനിമനേക്കാളും അടിപൊളി റൊമാൻസ് ആയിരിക്കും റിയൽ ലൈഫിൽ എന്ന് ഞാൻ പറയും. കാരണം അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, അല്ലേ?
അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാക്കരുത്. നമ്മളെങ്ങനെയാണോ നമ്മുടെ ലൈഫ് കൊണ്ടുപോകുന്നത് അതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ എങ്ങനെയാണോ ലൈഫ് കൊണ്ടുപോകുന്നത് അതുപോലെ ഇരിക്കും. ഒരിക്കലും അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അയ്യോ റൊമാൻസേ ഉണ്ടായിരിക്കില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അത്ര റൊമാൻസ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഒരു കുറേ കാലം ഇപ്പം ഇതായി ഒരു 7-8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് റൊമാൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയും ഹണിമൂൺ ഫേസ് എന്ന്, കല്യാണം കഴിഞ്ഞ ഉടനുള്ള ഹണിമൂൺ ഫേസ്. പക്ഷേ എനിക്കത് ഹണിമൂൺ ഫേസ് ആയിരുന്നില്ല. എനിക്കത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ടയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൻ്റെയും കോൺഫ്ലിക്ട്സിൻ്റെയും ഇടയിലുള്ളൊരു സമയമായിരുന്നു എനിക്ക് ആദ്യത്തെ കല്യാണം കഴിഞ്ഞ മാസങ്ങൾ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒത്തുപോകുക. ഇപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, ഇപ്പോഴാണ് ആ റൊമാൻസ് ഞങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ വന്നു തുടങ്ങിയത്. അതെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ അനുഭവങ്ങളാട്ടോ പറയുന്നത്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും വേറെ ആൾക്കാരുടെ ലൈഫ് വെച്ച് നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക. നിങ്ങൾക്ക് എന്താണുള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുക, അത്രേ ഉള്ളൂ. ഹായ് ഹീല ചേച്ചി, ഹൗ യു ചൂസ് യുവർ ലൈഫ് പാർട്ട്ണർ വിത്തിൻ സം അവേഴ്സ്? ആക്ച്വലി ഇൻ മൈ ലൈഫ് ഐ എം സ്റ്റിൽ സ്റ്റഡിങ്. മൈ പാരൻസ് ചൂസ് എ പേഴ്സൺ ഫോർ മീ. ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ മാരീഡ് ലൈഫ്. നോർമലി ദിസ് ഇസ് എ ടൈം എവറി പാരൻസ് ചൂസ് എ പേഴ്സൺ ഫോർ ദം. കറൻ്റ്ലി ഐ എം 24 years old. ഞാൻ എങ്ങനെ എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ വിത്തിൻ അവേഴ്സ് കണ്ടെത്തി വെച്ചാൽ, ഞാൻ വിത്തിൻ അവേഴ്സ് അല്ല ഒന്നാമത് കണ്ടെത്തിയത്. ഞാൻ സംസാരിച്ച് ഞങ്ങൾ നേരി കണ്ടിട്ടില്ല, അത് ശരിയായിട്ടുള്ള കാര്യം. ഈവൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പരസ്പരം ഫേസ് ടു ഫേസ് റിയൽ ഇതിൽ കാണുന്നത്. അതിൽ വീഡിയോ കോളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ. പക്ഷേ ഒരുപാട് സംസാരിച്ചിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അപ്പം ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിരുന്നത് മൊത്തം എല്ലാവരും പറയും നമ്മളുടെ നല്ല വശങ്ങളും നല്ല കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതാണ്. പിന്നെയാണ് കല്യാണം കഴിഞ്ഞാൽ റിയൽ ഫേസ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെയും അംജുവിൻ്റെ ലൈഫ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. അതെന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ നല്ല വശങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വിഷമങ്ങളും അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ മോശ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എൻ്റെ പാസ്റ്റിൽ എന്തൊക്കെ ഇതുകളുണ്ടായിട്ടുണ്ടോ, എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിച്ചിരുന്നത്. അതേപോലെ തന്നെ അംജുക്കാടെ ഭാഗത്ത് നിന്ന് എന്ന് വെച്ചാൽ അംജുക്കാടയിൽ എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അംജുക്ക് എന്തൊക്കെ വിഷമങ്ങളിലും കൂടായിരുന്നു, അവന് ഏതൊക്കെ ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ട്, അവൻ്റെ കുറേ ഇത്, അല്ലെങ്കിൽ അവനക്ക് ഇപ്പോഴുള്ള ഈ ആങ്കർ ഇഷ്യൂസ് ഉണ്ടെന്ന്, അങ്ങനെ ഞങ്ങളുടെ കുറേ പ്രശ്നങ്ങളാണ് സംസാരിച്ചിരുന്നത്. അല്ലാണ്ട് നല്ല വശങ്ങളെ സമയത്ത് കണ്ടിരുന്ന നല്ല വശം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പുറമേ ബാഹ്യ സൗന്ദര്യം, അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് ഇടയിൽ സന്തോഷമുള്ള കുറച്ച് റൊമാൻസും അതൊക്കെ ആയിരിക്കും ഒരു സന്തോഷമുള്ളത്. ബാക്കി ഫുള്ള് ഞങ്ങൾ ഇതാ ഷെയർ ചെയ്ത്. അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ത് ചെയ്തെന്നുള്ളത്. അല്ലാണ്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു നീ ഇങ്ങനൊന്നല്ലല്ലോ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്നു, നീ ഇതൊന്നല്ലല്ലോ പറഞ്ഞു, നീ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള സാധനം ഞങ്ങളുടെ ഇടയിൽ വന്നില്ല. അത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഒരുപാട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്നെ വിശ്വസിക്കാൻ തോന്നിയിട്ടുണ്ടാവും. അതേപോലെ പുള്ളിക്കാരൻ്റെ ലൈഫ് കാണുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്നുള്ള സാധനം എനിക്കും തോന്നി. എന്തേതെന്നല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. അങ്ങനെയാണ് ആക്കിയത്. അപ്പോൾ നമ്മളെപ്പോഴും എന്ന് പറയുമ്പോൾ പാരൻസ് കണ്ടെത്തിയായിരുന്നല്ല, നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങളുടെ ഇതിനെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് സമയമെടുത്ത് തന്നെ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക. ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. വേശ്യകൾ നിസ്കരിക്കാറില്ല എന്ന് പറയുന്നു, അത് സത്യമാണോ? Q&Aയിൽ ചോദ്യം ഉൾപ്പെടുത്താൻ മറക്കരുത് തമ്പുരാനെ. വേശ്യകൾ താൻ നിസ്കരിക്കാറുണ്ടോ? താൻ തൻ്റെ കാര്യം നോക്കിയാൽ പോരെ. സെക്സ് വർക്കേഴ്സ് എന്ന് പറയണത് അവർ നിസ്കരിക്കണവരുണ്ടാവും, നിസ്കരിക്കാത്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതെന്താ ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? എന്താ സെക്സ് വർക്കേഴ്സിന് പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടത്താം. ഓക്കെ, അത് അവരും ദൈവമായിട്ടുള്ള കാര്യം, നിസ്കാരം ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ. ചിലപ്പോൾ ഈ കമൻ്റ് ഇട്ടവനേക്കാളും നന്നായിട്ട് മനസ്സുരുകി പടച്ചോനെ ദിവസം വിളിക്കുന്നുണ്ടായിരിക്കും, നിസ്കരിച്ച് വിളിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഈ സെക്സ് വർക്കേഴ്സെന്നും കാര്യങ്ങളൊക്കെ പറയണത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പൈസക്കും ജീവിക്കാനും പല അതുകളും വേണ്ടിയിട്ടായിരിക്കും അവരിറങ്ങി തിരിച്ചേക്കുക. അല്ലെങ്കിൽ അവർ ഏതെങ്കിലുമൊക്കെ റാക്കറ്റിൽ പെട്ടിട്ടായിരിക്കും വന്നിരിക്കുക. ഒന്നും അറിയില്ല. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എന്തായാലും സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് സെൻസസ് എടുക്കാൻ പോകാറില്ല. നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ, നിങ്ങൾ സംസ്കരിക്കാറില്ലേ, നിങ്ങൾ ആരൊക്കെ നിസ്കരിക്കാറുണ്ട്, ഞാൻ സെൻസസ് എടുക്കാൻ പോകാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ബിലീഫാണ്. ഒരാളുടെ മതം എന്ന് പറയുന്നതും മതവിശ്വാസം എന്ന് പറയുന്നതും ഒരാളുടെ പേഴ്സണൽ തിങ് എന്നാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമെങ്കിലും ഈ കമൻ്റ് ഇട്ട ആൾക്ക് വേണം എന്നാണ് എൻ്റെ ഒരു ഇതെന്ന് പറയണത്. ഹൗ ടു ബിക്കം മെൻ്റലി സ്ട്രോങ്?
ഞാൻ മെൻ്റലി സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെൻ്റലി സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഞാൻ മെൻ്റലി സ്ട്രോങ് ആണ്, ചില കാര്യങ്ങളിൽ ഞാൻ മെൻ്റലി സ്ട്രോങ് അല്ലേ. നമ്മളെല്ലാ മനുഷ്യന്മാരും അങ്ങനെയല്ലേ. പക്ഷെ ഞാൻ കാര്യം ഞാൻ പെട്ടെന്ന് ഇമോഷണലാവും, ഞാൻ പെട്ടെന്ന് കരയും, ദേഷ്യം വരും, അതേപോലെ തന്നെ ചിരിക്കും, സന്തോഷം വരും എന്ന് വെച്ചിട്ട് ഞാൻ മെൻ്റലി സ്ട്രോങ് അല്ല എന്ന് അതിൽ അർത്ഥം വരുന്നില്ല അല്ലേ. ഞാൻ കരയും, പൊട്ടി കരയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, സങ്കടം വരാറുണ്ട്, ഒക്കെ ആക്കാറുണ്ട്. പിന്നെ എനിക്ക് മരിക്കാൻ തോന്നിയ ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഇന്നോ ഇന്നലെയോ ഒന്നല്ല, എനിക്ക് ഈവൻ ഒരു +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഓരോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്തിട്ട് മരിച്ചു പോയാൽ മതി എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. അത് തോന്നുന്നൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു ടെൻഡൻസി, അതൊരു വിഷമം അത്രയും വരുമ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരാറുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് ഹെൽപ്പെങ്കിലും ചോദിക്കും എൻ്റെ തൊട്ടടുത്തുള്ള ആളോടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷിക്കുക, എന്നെ ഇതൊന്ന് കര കയറ്റ്. എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയും നോക്കും ഒരു കര കയറാൻ വേണ്ടിയിട്ട്. ഞാൻ തോന്നുന്നുണ്ട് ഏറ്റവും മെൻ്റലി സ്ട്രോങ് എന്നുള്ള ഒരാൾ. കാരണം ഈ ലോകത്ത് ജീവിക്കാനാണ് ഏറ്റവും പ്രയാസം. മരിക്കാൻ എളുപ്പമല്ലേ, പക്ഷേ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസം പിടിച്ച കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും മെൻ്റലി സ്ട്രോങ് ആണ്. കാരണം നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ദിവസം നമ്മൾ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റലി സ്ട്രോങ് ആവാൻ നോക്കണ്ട, അത് നമ്മളിൽ കൂടെ എന്നെ ബിൽഡ് ചെയ്യാൻ നോക്കണം. നമ്മൾ സാഹചര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കണം. പിന്നെ സത്യം പറയട്ടെ, ഓരോ സാഹചര്യങ്ങളും എന്നെ സ്ട്രോങ് ആക്കുന്നത്. ഓരോന്നും വരുമ്പോൾ വിചാരിക്കും ഇനി ഇതിലും വലുത് വരാനില്ല, ഇനി ഇതിലും വലുത് വരാനില്ല, എൻ്റെ ജീവിതം തീർന്നു എന്ന് വരാനിരിക്കും. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്ത് നമുക്ക് തോന്നും. നമ്മൾ ജീവിക്കണം. നമ്മളെ മുന്നിൽ ചിലപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാനുള്ള കുറേ പേരുടെ ലൈഫ് തന്നെ ഉണ്ട്. അവരൊക്കെ ജീവിക്കുന്നില്ലേ, നമുക്ക് ജീവിച്ചൂടെ എന്നുള്ള സാധനം തിരിച്ചറിവ് നമുക്ക് വരും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജീവിക്കും, അത്ര തന്നെ. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ 100% മിസ്റ്റേക്ക് ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കൊരു തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അല്ലാണ്ട് നമ്മളെ പിടിച്ച മുകളിൽ നിന്ന് 3 കൊമ്പ് നമ്മളുടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശരിക്കും ആക്ച്വലി മെൻ്റലി സ്ട്രോങ് അല്ല, നമ്മളത് ശരിക്കും ഭയങ്കര കണ്ണിങ് എന്ന് പറയേണ്ടി വരും. മെൻ്റലി സ്ട്രോങ് ആവണമെങ്കിൽ മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റും, അതേപോലെ തന്നെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിരിക്കും, നമുക്ക് പലതും ഓർക്കാപ്പുറത്ത് വരും എന്നൊക്കെ ഉള്ളൊരു കോൺഷ്യസ്നെസ് നമുക്ക് മൈൻഡ്സിൽ ഉണ്ടാവുകയും വേണം. ഈവൻ ഇനി ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് പറയാനും ഉള്ളൊരു ഇതുണ്ടായിരിക്കണം. ആ ഒരു ചങ്കൂറ്റത്തിനെയാണ് നമ്മൾ ആക്ച്വലി ബോൾഡ്നെസ് എന്ന് പറയണത്. അത് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു Q&A എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ മനസ്സിലുള്ളതും അല്ലെങ്കിൽ എൻ്റെ ഒരു ആശയങ്ങളായിരിക്കട്ടെ ഞാൻ ഈ വീഡിയോ, ഇതൊക്കെ കറക്റ്റാണ്, നിങ്ങൾ ഇതുപോലൊക്കെ കേൾക്കണം, നിങ്ങൾ ഇതേ കേൾക്കാൻ പാടുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കാൻ പാടുള്ളൂ എന്നല്ല. ഇത് എൻ്റെ അനുഭവത്തിൽ കൂടിയും എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് ശരിയാണ്, ഇവള് പറഞ്ഞ് ശരിയാണല്ലോ എന്ന് തോന്നിയത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇത് പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നിയതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ജീവിതം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെക്കാളും അനുഭവങ്ങളും എല്ലാം ഉള്ളവരുണ്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവർ. അപ്പോൾ നിങ്ങൾക്കും പറയാനുള്ളത് പറയാം. ടാറ്റാ, ബൈ ബൈ.